നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഇടതുമുന്നണി പ്രവർത്തകർ. ചുവരെഴുത്തും ഘോഷയാത്രയും നടത്തിയാണ് അണികൾ ഒരുപടി മുന്നേ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചിട്ടുള്ളത്. മാള മേഖലയിലും കൊടുങ്ങല്ലൂരിലും ചാലക്കുടിയിലും LDF കളത്തിലിറങ്ങിക്കഴിഞ്ഞു. പെരിനാൻ ബീച്ചിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ബസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിൽ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ 3 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. കുന്നംകുളം പെരുമ്പിലാവിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. പാലക്കാട് പന്നിശ്ശേരി സ്വദേശി ബാലനാണ് പരിക്കേറ്റത്. അപകടത്തിൽ 2 കാറുകൾക്കും ബൈക്കിനും കേടുപാട് സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. വയനാട് മുള്ളൻ കൊല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺകടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു. കടുവ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചത്. കൊടുങ്ങല്ലൂരിലെ അഴിക്കോട് കൊട്ടിക്കലിൽ വീടിന് നേരെ കല്ലേറ്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊട്ടിക്കൽ ക്ഷേത്രത്തിന് സമീപം വാട്ടപ്പള്ളി അലിയാരുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തുടർച്ചയായുള്ള കല്ലേറിൽ ജനൽ ചില്ല് തകർന്നു. കൊടുങ്ങല്ലൂരിലെ എടവലങ്ങിൽ സൂപ്പർമാർക്കറ്റിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി സൂചന. എടവലങ്ങ് ചന്തയിലുള്ള VS മാർട്ടിലാണ് മോഷണം നടന്നത്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ഉച്ചയ്ക്ക് 12 മണിയോടെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയൻ അന്നമനട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നമനട പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ജില്ലാ സെക്രട്ടറി അംഗം TK ശശിധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ മാള ലോക്കൽ സെക്രട്ടറി TK സതീശൻ, TV സുരേഷ് കുമാർ, TV ഭാസ്കരൻ, ശ്യാമളയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങളായ കിടപ്പ് രോഗികൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് കിഴങ്ങ് വർഗ്ഗ കിറ്റ് വിതരണം ചെയ്തു. രാവിലെ കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ PC സജന പദ്ധതി വിശദീകരണം നടത്തി. മാള ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിലെ ഫൈനൽ ഇയർ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥികൾ അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച സോളാർ ചാർജ് ഇലക്ട്രിക് ബഗ്ഗി ശ്രദ്ധേയമായി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.